സോ നിങ്ങളുടെ അടുത്ത് വലിയ മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്ത് ഒരു ചെറിയ ന്യൂട്രി ബ്ലെൻഡർ വാങ്ങിക്കണം. പക്ഷേ മാർക്കറ്റിൽ ഒത്തിരി ന്യൂട്രി ബ്ലെൻഡേഴ്സ് അവൈലബിൾ ആണ്. ഏതാണ് ബെസ്റ്റ് നിങ്ങൾക്കറിയത്തില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് 3 ന്യൂട്രി ബ്ലെൻഡേഴ്സിനെ കമ്പയർ ചെയ്യാൻ പോവുക. സോ ആദ്യമാണ് നമ്മളുടെ ബൾസാനോ, പിന്നെ വണ്ടർ ഷെഫ്, പിന്നെ കുക്ക്വെൽ. സോ ഈ 3 ബ്ലെൻഡേഴ്സിനെ ഇപ്പം നമ്മൾ റിയൽ ലൈഫ് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കും, ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നമ്മൾ ഒരു കമ്പാരിസൺ ചാർട്ട് നോക്കാം. സോ ആദ്യം ഇത് ബോക്സിൻ്റെ അകത്ത് നമ്മൾക്ക് എന്താ കിട്ടുന്നത് അതിനെ പറ്റി സംസാരിക്കാം. സോ കുക്ക്വെല്ലിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 ജാർ കിട്ടുന്നു. ഒരു 300 ml ജാർ, ഒരു 500 ml ജാർ, പിന്നെ ഒരു വേറെ 500 ml ജാർ. പക്ഷേ അത് ഷേപ്ഡാണ് ഒരു സിപ്പറിനെ പോലെ. പിന്നെ നമ്മൾക്ക് വണ്ടർ ഷെഫിൽ 3 ജാർ കിട്ടുന്നു. ഒരു 300 ml ജാർ, പിന്നെ ഒരു 500 ml ജാർ, പിന്നെ ഒരു 750 ml ജാർ. 750 ml ജാർ ഒരു ജഗ്ഗിൻ്റെ ഷേപ്പിലാണ്, അത് വലുതാണ്. അതിൽ നിങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാം, ഐസ് ക്രാഷ് ഒക്കെ ചെയ്യാം, അതിനൊക്കെ അത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് ബൾസാനോയിൽ പിന്നെ 3 ജാർസ് കിട്ടുന്നു. ഒരു 250 ml ജാർ, പിന്നെ 2 500 ml ജാർ. സോ ഇവിടെ എല്ലാ മിക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഗ്രൈൻഡിങ്, പിന്നെ ഒരു ബ്ലെൻഡിങ്, നിങ്ങൾക്ക് ബ്ലേഡ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് കിട്ടും. നിങ്ങൾക്ക് കുക്ക്വെല്ലിൻ്റെ കൂടെ കുറച്ച് ക്ലോസിങ് ലിഡ്, പിന്നെ സിപ്പർ ലിഡ്, അങ്ങനത്തെ ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വണ്ടർ ഷെഫിൻ്റെ കൂടെയും ഒരു സിപ്പർ ലിഡ് കിട്ടും, പിന്നെ മറ്റേ സ്ട്രെയിനിങ് ലിഡൊക്കെ കിട്ടും. പിന്നെ ബൾസാനോയുടെ കൂടെയും നിങ്ങൾക്ക് ആ സ്ട്രെയിനിങ് ലിഡ് കിട്ടും, പിന്നെ ഒരു ക്ലോസിങ് അങ്ങനത്തെ ലിഡ് കിട്ടും. പക്ഷേ ബൾസാനോയുടെ കൂടെ നിങ്ങൾക്ക് സിപ്പറുടെ ലിഡ് കിട്ടില്ല. ഇപ്പോൾ നമുക്ക് മോട്ടറിനെ പറ്റി സംസാരിക്കാം. ഇവിടെ എല്ലാ ബ്ലെൻഡറിലും നിങ്ങൾക്ക് കോപ്പർ മോട്ടറാണ് കിട്ടാൻ പോകുന്നത്. കുക്ക്വെല്ലിൽ 600 വാട്ട്സ് മോട്ടറാണ് 22,000 RPMൻ്റെ കൂടെ. വണ്ടർ ഷെഫിൽ 500 വാട്ട്സ് മോട്ടറാണ് 22,000 RPMൻ്റെ കൂടെ. പിന്നെ ബൾസാനോയിലും 500 വാട്ട്സ് മോട്ടറാണ്, പക്ഷേ ഇവിടെ 20,000 RPM ആണ്. പിന്നെ ബോഡി മെറ്റീരിയൽ ഇവിടെ കുക്ക്വെല്ലിൽ ABS ആണ്, ബൾസാനോയിൽ ABS ആണ്, വണ്ടർ ഷെഫിൽ പ്ലാസ്റ്റിക് ആണ്. ABS പ്ലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ്, സോ ABS ആണ് ബെറ്റർ. പിന്നെ ജാർ മെറ്റീരിയൽ പോളികാർബണേറ്റ് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് നമ്മൾക്ക് കുക്ക്വെല്ലിൽ കിട്ടുന്നത്. വണ്ടർ ഷെഫിൽ BPA ഫ്രീ പോളികാർബണേറ്റ് കിട്ടുന്നു. പിന്നെ ബൾസാനോയിൽ BPA ഫ്രീ ട്രൈറ്റൻ ജാറാണ് കിട്ടുന്നത്. സോ ഇപ്പം ആണ് കൺഫ്യൂഷൻ, ഫുഡ് ഗ്രേഡ് ആണോ ബെറ്റർ, BPA ഫ്രീ ആണോ ബെറ്റർ, പിന്നെ ഈ ട്രൈറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? സോ അതിനെ പറ്റി സംസാരിക്കാം. സോ ഫുഡ് ഗ്രേഡ് BPA അത് ഒരു കാറ്റഗറിയിലാണ്, അത് രണ്ടും പ്ലാസ്റ്റിക് ആണ്. BPA ഒരു കെമിക്കലാണ്, ആ കെമിക്കൽ ഇടാതെ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കാണ് BPA ഫ്രീ പ്ലാസ്റ്റിക്. പിന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ ആ BPA മിസ്സിങ് ആണ്, ഓൾറെഡി ആ BPA ഇട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇനിയും 3-4 കെമിക്കലും അവർ ഇട്ടിട്ടില്ല ഈ പ്ലാസ്റ്റിക് മേക്കിംഗ് പ്രോസസ്സിൽ. സോ അത് ഇനിയും സേഫാണ് ഫുഡിന് വേണ്ടിയിട്ട്. സോ അത് കാരണം ആ 5 കെമിക്കൽസ് മാറ്റുമ്പമാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്. സോ BPA ഫ്രീ ഒരു കെമിക്കൽ മിസ്സിംഗ് ആണ്, ഇവിടെ ഫുഡ് ഗ്രേഡിൽ 4-5 കെമിക്കൽ മിസ്സിംഗ് ആണ്. എക്സാക്ട് നമ്പർ എനിക്ക് അറിയത്തില്ല, പക്ഷേ 4 or 5 ആണോ അങ്ങനെയാണ്. സോ ഫുഡ് ഗ്രേഡാണ് ബെറ്റർ BPAന്. പിന്നെ വരുന്നു ട്രൈറ്റൻ ജാർ. സോ ട്രൈറ്റൻ ഇവിടെ പോളികാർബണേറ്റേ അല്ല, അത് വേറെ ഒരു മെറ്റീരിയലാണ്, ഇവർ US ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ ട്രൈറ്റനിൽ ഈ കെമിക്കൽസേ ഇല്ല. സോ ഈ ട്രൈറ്റൻ ജാർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഈ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ അത് കാരണം ഇത് ഇനിയും ക്ലിയർ ആണ്, സ്ട്രോങ്ങർ ആണ്, പിന്നെ ഇതിൻ്റെ ലൈഫ് ടൈം കൂടുതലാണ്, ആൻഡ് ഫുഡിന് വേണ്ടിയിട്ട് ഏറ്റവും സേഫാണ്. ഇപ്പം കൺട്രോൾ നോബിനെ പറ്റി സംസാരിക്കാം. സോ ഇവിടെ നമ്മൾക്ക് കുക്ക്വെല്ലും പിന്നെ ബൾസാനോയിലും ഒരു നോബ് കിട്ടുന്നു. ആ നോബ് ലെഫ്റ്റിലേക്ക് ചെയ്താൽ ഇത് ഒരു പൾസ് ഫങ്ഷനാണ്, ഇത് വിട്ടാൽ അത് തിരിച്ച് ഓഫ് ആവും. പിന്നെ റൈറ്റിലോട്ട് ചെയ്താൽ അത് ഓൺ ആവും, പിന്നെ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടി വരും. സോ അതാണ് നോബ്. പ്ലസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് ആ ജാർ മേളിൽ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്താൽ ആ പുഷ് ഫങ്ഷൻ രണ്ടിലുമുണ്ട്, കുക്ക്വെല്ലുമുണ്ട്, ബൾസാനോയിലുമുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട് ഇത് യൂസ് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ വണ്ടർ ഷെഫിൽ ഒരു ബട്ടൺ ഇല്ല, നിങ്ങൾ ആ ജാറിനകത്ത് ഇടും, റൊട്ടേറ്റ് ചെയ്യും, ഓൺ ആവും, പിന്നെ ഇത് വെളിയിലെടുക്കുമ്പം ഇത് ഓഫ് ആവും.
സോ അതാണ് ഇതിൻ്റെ കൺട്രോൾ. സോ ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻ വേണോ, ബട്ടൻ്റെ കൂടെ ഇതൊക്കെ ആ ഓപ്ഷൻ വേണോ, അല്ലെങ്കിൽ ചുമ്മാ ഓൺ ഓഫ് ഓപ്ഷൻ വേണോ, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പം കപ്ലർ മെറ്റീരിയലിനെ പറ്റി സംസാരിക്കാം. സോ കപ്ലർ എന്താ ആദ്യം അത് നോക്കാം. സോ ഇതാണ് കപ്ലർ. ഇതാണ് നമ്മളുടെ മോട്ടറിൽ പോയി കണക്ട് ചെയ്യുന്നത്. ഇതാണ് കപ്ലർ. സോ ഇവിടെ നമ്മൾക്ക് കുക്ക് വെല്ല് പ്ലാസ്റ്റിക് കപ്ലർ കിട്ടുന്നു, വണ്ടർ ഷെഫിൽ റബ്ബർ കപ്ലർ കിട്ടുന്നു, പിന്നെ ബൽസാനോയിൽ നൈലോൺ കപ്ലർ കിട്ടുന്നു. സോ നൈലോൺ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ വെയർ ആൻഡ് ടയർ റെസിസ്റ്റൻ്റ് ആണ്. സോ ഇത് ഏറ്റവും സ്ട്രോങ് ആണ്. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം ബ്ലേഡിനെ പറ്റി. സോ കുക്ക് വെല്ലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോളിഷ്ഡ് ബ്ലേഡ് കിട്ടുന്നു, വണ്ടർ ഷെഫിൽ സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് കിട്ടുന്നു, പിന്നെ ബൽസാനോയിൽ 304 സർജിക്കൽ ബ്ലേഡ് കിട്ടുന്നു. സോ ഡിഫറൻസ് എന്താണ്? സോ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോളിഷ് എന്ന് പറഞ്ഞാൽ അത് റെഗുലർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതിനെ പോളിഷ് ചെയ്തിട്ട് ഇവർ ബ്ലേഡ് ഉണ്ടാക്കി. പക്ഷേ വണ്ടർ ഷെഫിൽ സർജിക്കൽ ഗ്രേഡാണ്. സർജിക്കൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി സർജിക്കൽ എക്വിപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ, അത് ആണ് ഇതിൻ്റെ ക്വാളിറ്റി. സോ ഒത്തിരി നല്ല ക്വാളിറ്റിയാണ്. പിന്നെ സർജിക്കൽ സ്റ്റീലിലും ഗ്രേഡ്സ് ഉണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡാണ് 316, അത് കഴിഞ്ഞാണ് 304. സോ ഇവർ യൂസ് ചെയ്തത് ആ ഹയസ്റ്റ് ഗ്രേഡ് ഉള്ള സ്റ്റീലാണ്. ഇതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇല്ല, ഒത്തിരി കെമിക്കൽസ് ഒക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ലൈഫ് ഒത്തിരി ലോങ് ആണ്. പിന്നെ ഇവിടെ തുരുമ്പൊന്നും പിടിക്കില്ല. സോ ഇത് നല്ല ഏറ്റവും ബെസ്റ്റ് സ്റ്റീലാണ് ഇവിടെ ബൽസാനോയിലകത്ത്. ഇപ്പം സംസാരിക്കാം വാറൻറ്റീനെ പറ്റി. സോ ഇവിടെ വാറൻറ്റി നിങ്ങൾക്ക് കുക്ക് വെല്ലും വണ്ടർ ഷെഫിലും 2 വർഷത്തിൻ്റെ വാറൻറ്റി കിട്ടുന്നു, പിന്നെ ബൽസാനോയിൽ 5 years വാറൻറ്റി കിട്ടുന്നു. ഇവിടെ 1 year കോംപ്രിഹെൻസീവ് വാറൻറ്റി, പിന്നെ 4 years മോട്ടറുടെ വാറൻറ്റി. സോ ഇവിടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 2 വർഷത്തിൻ്റെ ഫുൾ വാറൻറ്റി വേണോ, അല്ലെങ്കിൽ 1 വർഷം ഫുൾ വാറൻറ്റി പ്ലസ് 4 years മോട്ടറുടെ വാറൻറ്റി. ഇപ്പം പ്രൈസിനെ പറ്റി സംസാരിക്കാം. ഇവിടെ കുക്ക് വെൽ ഒരു 2000 rupees ആണ്, വണ്ടർ ഷെഫ് 2300 rupees ആണ്, പിന്നെ ബൽസാനോ 2400 rupees ആണ്. സോ കുക്ക് വെല്ലും നമ്മളുടെ ബൽസാനോയുടെ ഡിഫറൻസ് ഒരു 400 rupees ആണ്. സോ 400 rupees അത്ര വലിയ ഡിഫറൻസ് അല്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെറ്റർ. ഇപ്പം നമ്മൾക്ക് ടെസ്റ്റ് വീഡിയോസ് നോക്കാം. സോ ഞാൻ 5 ടെസ്റ്റ് ചെയ്തു. സോ ഫസ്റ്റ് ആയിരുന്നു മഞ്ഞളുടെ ടെസ്റ്റ്. സോ മഞ്ഞൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം അത് ഒത്തിരി ഹാർഡാണ്. അതിൻ്റെ പൗഡർ ഉണ്ടാക്കാൻ നോക്കുമ്പം മിക്സിനെയും അത് കുറച്ചൊക്കെ ഡാമേജ് ആക്കും, പിന്നെ ഒത്തിരി ഉണ്ടാക്കും. സോ സ്പെഷ്യലി നമ്മളുടെ ഈ ട്രൈറ്റൺ ജാർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാർ, ഇങ്ങനത്തെ ഒക്കെ ജാർ അത് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻറ്റ് ജാറിൽ ഇതിൻ്റെ മഞ്ഞളുടെ കളർ വരും, അത് അത്ര വേഗം പോവില്ല. സോ ഡിസ്കളറേഷൻ ആവും. സോ ഇവിടെ ഡിസ്കളറേഷൻ ഏറ്റവും കൂടുതൽ കുക്ക് വെല്ലായിരുന്നു, അത് കഴിഞ്ഞ് വണ്ടർ ഷെഫ്, പിന്നെ ഏറ്റവും ലെസ് ഡിസ്കളറേഷൻ നമ്മൾക്ക് ബൽസാനോയിൽ കിട്ടി. പൗഡറുടെ കൺസിസ്റ്റൻസി ഏറ്റവും ബെസ്റ്റ് ബൽസാനോയിലായിരുന്നു. ഒരു 3 pieces വലിയ പീസസ് റിമൈനിങ് ആയിരുന്നു. അത് നമ്മൾ പൗഡർ മാറ്റിയിട്ട് പിന്നെ തിരിച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്തു. അത് കഴിഞ്ഞായിരുന്നു വണ്ടർ ഷെഫ്. വണ്ടർ ഷെഫിലും കുറച്ചൊക്കെ ചെറിയ പീസസ് കണ്ടു, പക്ഷേ അത് കൂടുതൽ ചെറുതല്ലായിരുന്നു. അത് നമ്മൾക്ക് കൈ കൊണ്ട് പിക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കുക്ക് വെൽ. പക്ഷേ കുക്ക് വെൽ പൗഡർ അല്ല, അത് ചുമ്മാ ഇങ്ങനെ ഗ്രാവലിനെ പോലെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടാക്കി. സോ പൗഡർ അത് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ല. സോ എനിക്ക് അത് യൂസബിൾ അല്ലായിരുന്നു. അതെനിക്ക് പിന്നെ മറ്റേ മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. സോ കുക്ക് വെൽ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു കോഫി ബീൻ ടെസ്റ്റ്. കോഫി ബീൻ സെയിം റിസൾട്ട്. നമ്മളുടെ ബൽസാനോയുടെ ക്വാളിറ്റി ഒത്തിരി നല്ലതായിരുന്നു, പൗഡർ ഒത്തിരി ഫൈൻ ആയിരുന്നു, ഒരു പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞായിരുന്നു വണ്ടർ ഷെഫ്. വണ്ടർ ഷെഫിലും ഒരു പീസസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ കൺസിസ്റ്റൻസി നമ്മളുടെ ബൽസാനോയുടെ ബെറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് കുക്ക് വെൽ. കുക്ക് വെല്ലിൽ പൗഡറിൽ ഒത്തിരി സ്മോൾ പീസസ് ആയിരുന്നു. സോ അത് കോഫി പൗഡറുടെയും നല്ല ബ്ലെൻഡ് അത് ചെയ്തില്ല. അതും എനിക്ക് പിന്നെ മറ്റേ മിക്സിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു സിനമൻ. സോ സിനമനിലും സെയിം റിസൾട്ട്. ബൽസാനോയിൽ ഏറ്റവും ഫൈൻ പൗഡർ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വണ്ടർ ഷെഫിൽ അതിലും ഫൈൻ പൗഡർ ആയിരുന്നു, പക്ഷേ ബൽസാനോനെ പോലെ ഫൈൻ അല്ലായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു കുക്ക് വെൽ. കുക്ക് വെല്ലിൽ ഒത്തിരി ചെറിയ പീസസ് ഉണ്ടാക്കി. സോ അതും പൗഡർ ആക്കാൻ പറ്റിയില്ല. സോ ഇതായിരുന്നു 3 ടെസ്റ്റ് നമ്മൾ ചെയ്തത് ഡ്രൈ. ഇപ്പോൾ ആയിരുന്നു വെറ്റ് ടെസ്റ്റ്. സോ വെറ്റിൽ നമ്മൾ മറ്റേ ബ്ലെൻഡിങ് ബ്ലേഡ് യൂസ് ചെയ്തു. അതിൽ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് സ്മൂതി ആയിരുന്നു. സോ സ്മൂതിയിൽ നമ്മൾ ഓട്സ് സ്മൂതി ഉണ്ടാക്കി, പിന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നോക്കി. ഓട്സ്, പിന്നെ
ആപ്പിൾ, പിന്നെ ഡേറ്റ്സ്, പിന്നെ ബനാന, പിന്നെ അതിൽ ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തു. സോ ഐസിനെയും ക്രഷ് നല്ലപോലെ ചെയ്തു, ഒരു പ്രോബ്ലമില്ല. സോ ഇതിലും ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ബൽസാനോ. അതിൽ റെസിഡ്യൂ ഒത്തിരി കുറവായിരുന്നു. പിന്നെ ആയിരുന്നു വണ്ടർ ഷെഫ്, അതിൽ റെസിഡ്യൂ ബൽസാനോനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു, പക്ഷേ അത്രയല്ലായിരുന്നു. പിന്നെ ആയിരുന്നു കുക്ക്വെൽ. സോ കുക്ക്വെല്ലിൽ ഒത്തിരി ചെറിയ വലിയ എല്ലാ പീസസ് ഉണ്ടായിരുന്നു. സോ അത് ബ്ലെൻഡിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്തത് ബാറ്റർ ടെസ്റ്റ്. സോ ബാറ്റർ നമ്മളുടെ മാവ്, ദോശ മാവ്, ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നത്. സോ അത് നമ്മൾ മിക്സിയിൽ അത്ര ഈസിലി ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ ബാറ്റർ ഉണ്ടാക്കുമ്പം അതിന് കൺസിസ്റ്റൻസി നല്ലപോലെ വരില്ല. ഇവിടെ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ബൽസാനോയുടെ ബാറ്റർ ഒത്തിരി ക്രീമി, സ്മൂത്ത്, പിന്നെ പാർട്ടിക്കിൾസ് ഒന്നും അത്ര കിട്ടിയില്ല. ഒത്തിരി സ്മൂത്ത് അതിൻ്റെ ടെക്സ്ചറായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടർ ഷെഫിൻ്റെയും നല്ലതായിരുന്നു, പക്ഷേ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിൽ പാർട്ടിക്കിൾസ് കണ്ടു. സോ അത് സ്പൂണിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞായിരുന്നു ഈ കുക്ക്വെല്ലിൻ്റെ ബാറ്റർ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങളിപ്പം ടെസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞു, കമ്പാരിസൺ കണ്ടു കഴിഞ്ഞു. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം പേപ്പറിൽ ഒത്തിരിയൊക്കെ എഴുതും, ഇത് ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷേ ആക്ച്വലി ഇപ്പോൾ റിയൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ആക്ച്വലി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. സോ ചില സമയം ആൾക്കാർ ഒത്തിരി ആക്സസറീസ്, ഒത്തിരി അത് ഓഫർ എടുത്തിട്ട് നിങ്ങൾക്ക് തരും. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലാവും ഇത് അത്ര നല്ലതല്ല. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ്. അത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ.